ഹലോ മീനു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തുമ്യാലിൽ. ദാ എന്താണ് മീനു എന്ന് പറഞ്ഞേ? ഹലോ ഫൈറ്റേഴ്സ് എന്നല്ലേ സാധാരണ പറയാറ്? അതെ, സാധാരണ ഞാൻ ഹലോ ഫൈറ്റേഴ്സ് എന്നാ പറയാറ്. ഇപ്രാവശ്യം ഞാൻ ഹലോ മീനു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മിനിമലിസത്തിൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് മീനു ആണ് വാർഡ്രോബ് മിനിമലിസത്തിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. ക്ലോത്ത്സ് ബൈയിങ് എങ്ങനെ കുറയ്ക്കാം, ഷോപ്പിംഗ് എങ്ങനെ കുറയ്ക്കാമെന്ന്. മീനു മാത്രമല്ല, ഷെസ എന്ന് പറയുന്ന ഒരു കുട്ടിയും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം മീനു അയച്ചതുകൊണ്ടാണ് മീനു എന്നെ കമൻറ്റ് ചെയ്തത്. സോ നിങ്ങൾക്കും എൻ്റെ വീഡിയോയ്ക്ക് അത് നിങ്ങളുടെ പേര് പറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എനിക്ക് എന്ത് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വിത്ത് റീസൺ വേണം കേട്ടോ, എന്തുകൊണ്ടാണ് എന്നും കൂടെ പറയണം. എന്നിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടും ഏറ്റവും ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആളുടെയും പേരായിരിക്കും വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ വെക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ ബിഗ് താങ്ക്സ് ഉണ്ട്. മിനിമലിസത്തിൻ്റെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി പേര് ലൈക്ക് ചെയ്തു, ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു, ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനിയും മിനിമലിസത്തിനെ പറ്റി വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, വാർഡ്രോബ് മിനിമലിസം എന്താണെന്ന് പറഞ്ഞുതരാം. വാർഡ്രോബ് മിനിമലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത്സ് മാത്രം നമ്മുടെ വാർഡ്രോബിൽ സൂക്ഷിക്കുന്നതാണ്. ഞാൻ എടുത്തു പറയുകയാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത്സ് മാത്രം. അല്ലാതെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇന്നയാൾ തന്ന ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്തു വെക്കരുത്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പക്ഷേ ഇമോഷണലി ഭയങ്കര കണക്ഷൻ ഉണ്ടേ വെച്ചോട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷേ അത് നിങ്ങളുടെ സ്റ്റൈലിന്, നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക്, നിങ്ങളുടെ ഇപ്പോഴത്തെ സൈസിന് ഒക്കെ ചേരുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ. ഒരു കുഞ്ഞി എക്സാമ്പിൾ ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസമേ ഞങ്ങൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. അപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്, അവിടെ കയറി കഴിഞ്ഞാൽ ഒത്തിരി ക്ലോത്ത്സ് വിലക്കുറവിന് കിട്ടും, എന്തായാലും പോയി നോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഞങ്ങൾ അങ്ങനെ ഒത്തിരി ഡ്രസ്സൊന്നും വാങ്ങാറില്ല എന്ന്. ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ വാർഡ്രോബ് മിനിമലിസം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ പലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ? എവിടെയെങ്കിലും സെയിൽ കണ്ട ചാടി വീഴുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ആൾക്കാർ അല്ലേ? അതിനൊക്കെ ഒരു മാറ്റം വരും. അതിന് നമുക്ക് മിനിമലിസം എന്താണ് എന്ന് പ്രോപ്പറായിട്ട് മനസ്സിലായാൽ മതി. പലർക്കും അതിന് ഡെഫിനീഷൻ മനസ്സിലാവാതെ വരാറുണ്ട്. ന്യൂട്രൽ ആയിട്ടുള്ള വെള്ള കളറ് അല്ലെങ്കിൽ ഗ്രേ കളറ് അങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രം ഇടുന്നതാണ് മിനിമലിസം എന്ന് കരുതരുത്. നോക്ക്, ഞാൻ തുടക്കത്തിൽ പഴയ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, മിനിമലിസം എന്നല്ല, എന്ത് കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യം നമ്മുടെ ചുറ്റും നടക്കുന്ന എന്ത് റൂൾ ആയിക്കോട്ടെ, എന്ത് കോൺസെപ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഓരോരുത്തർക്ക് മാറി വരും. ശരിയല്ലേ? ഇപ്പോൾ എൻ്റെ രീതികളായിരിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതികളായിരിക്കില്ല ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിനുണ്ടാവുക. പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടാവും, നിങ്ങളുടെ ബ്രദർ ഓർ സിസ്റ്റർ ഉണ്ടാവും. രണ്ടുപേരും ഒരുപോലെയാണോ? ഇല്ല. നിങ്ങളുടെ അമ്മ അച്ഛൻ അവരുമായിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ എല്ലാ കോൺസെപ്റ്റും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസ് വരുത്തി നമ്മുടെ ലൈഫിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന വാർഡ്രോബ് മിനിമലിസം ഇത് എൻ്റെ എഡിഷനാണ് കേട്ടോ. എൻ്റെ രീതിയിൽ ഞാൻ മാറ്റിയതാണ് ഞാൻ പറയണത്. ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ, അല്ലാതെ വൈറ്റും ഗ്രേയും അല്ല, നമുക്കിഷ്ടമുള്ള പീസുകൾ, നമ്മുടെ ഇഷ്ടമുള്ള ക്ലോത്ത്സ് നമുക്ക് വേണ്ടി നമുക്കൊരു വാർഡ്രോബ് ക്രിയേറ്റ് ചെയ്യാം. വാർഡ്രോബ് മിനിമലിസത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോത്ത്സ് റിപ്പീറ്റർ ആകും. നിങ്ങൾ ഔട്ട്ഫിറ്റ് റിപ്പീറ്റ് ചെയ്യും. അല്ലാതെ ഒരു ഡ്രസ്സ് ഒരു പ്രാവശ്യം ഇട്ടു പിന്നെ ഇടില്ല, അങ്ങനെ ഒരു പോളിസി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടായിരിക്കും. പകരം നിങ്ങൾക്ക് ഇപ്പോൾ ഒരേ ഡ്രസ്സ് ഒത്തിരി പ്രാവശ്യം ഇടുന്നത് ബുദ്ധിമുട്ടാണ്. ശരി, ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സ് ഉടനെ ഇടണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഓക്കെ അല്ലേ? ഉടനെ ഇടുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുക. നിങ്ങൾക്ക് ഞാനൊരു ചാലഞ്ച് തരാം. നിങ്ങളുടെ വാർഡ്രോബ് തുറക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോത്ത്സ് ഒക്കെ വെച്ചിട്ടുള്ള സ്ഥലമില്ലേ, അതിനാണ് വാർഡ്രോബ്, അലമാര, അതെ, അത് തുറക്കാം. അത് തുറന്നിട്ട് അതിനകത്ത് എന്തൊക്കെ ക്ലോത്ത്സ് ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 30 ക്ലോത്ത്സ് എടുത്തോ. ഞാൻ കുറവ് പറയുന്നില്ല. 30 ക്ലോത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഒരു ക്ലോത്ത്, ബോട്ടം ഒരു ക്ലോത്ത്, അങ്ങനെയാണേ. ഇനി അതിന് മുകളിൽ ഷ്രഗോ ഓവർകോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ക്ലോത്ത്. അപ്പം അങ്ങനെ 30 എടുക്കാം. എന്നിട്ട് ഒരു മാസത്തേക്ക് ഇത് മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കാം.
1 മാസം കഴിഞ്ഞിട്ട് ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് എന്തിടും എന്നുള്ള ചിന്തകളൊക്കെ കുറയും. എന്ത് പറ്റുമെന്നറിയോ? ആകെ ഇത്രയും തുണിയല്ലേ ഉള്ളൂ, ഇതിലേതെങ്കിലും ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതെടുത്തിട്ടേക്കാം എന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 30 ക്ലോത്ത്സ് ആണ് ഞാൻ പറഞ്ഞേ. അപ്പോൾ അത് രണ്ടും മാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതെടുത്തിടുന്നു, പോകുന്നു. എന്ത് എളുപ്പമുണ്ട്. എനിക്ക് ഇത് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ക്ലോത്ത്സ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഞാൻ തുറന്നു പറയുവാണ്, കൺഫ്യൂഷനാണ്. എനിക്ക് ഒത്തിരി ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊന്നും പാകമാവാതെ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാം എടുത്തിട്ട് ഒരു 3-4 കവർ നിറച്ച് ബിഗ് ഷോപ്പർ നിറച്ച് തുണി ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ ചാരിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ വളരെ കുറച്ച് ഡ്രസ്സ് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. 3-4 ടോപ്പോ അങ്ങനെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓക്കെ, ഇതിലേതെങ്കിലും ഇടണ്ടേ, ഇതിട്ടോക്കാം, പോവാം. ഇനി ഒരു പാർട്ടി വന്നു, ഒരു പാർട്ടി വേറെ എനിക്ക് അതിനകത്തുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അന്ന് ഏതെങ്കിലും എടുത്തിടും. ഇനി കൂടുതലും മിക്കവാറും എന്തെങ്കിലുമൊക്കെ പരിപാടി വരുവാണെങ്കിൽ അത് ഇന്ത്യൻ പരിപാടി ആയിരിക്കും, മലയാളികളുടെ ആയിരിക്കും. അപ്പം ഞാൻ ഇന്ത്യൻ വിയർ എടുത്തിടും. ഇന്ത്യൻ വിയർ 1-2 ഉള്ളൂ, അതങ്ങ് എടുത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ അത് ചെയ്യുമെന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ 30 ഫേവറേറ്റ് ക്ലോത്ത്സ് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ വരും. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിൽ ഞാനൊരു ടോപ്പിക്ക് പറയാം. അതാണ് ക്യാപ്സ്യൂൾ വാർഡ്രോബ്. ക്യാപ്സ്യൂൾ വാർഡ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള കുറച്ച് പീസസ് ഓഫ് ക്ലോത്ത്സ് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ബ്ലാക്ക് പാൻറ് ആണെങ്കിൽ അതിൻ്റെ കൂടെ വൈറ്റ് നമുക്ക് ഇടാൻ പറ്റുമായിരിക്കും, ബ്ലൂ ഇടാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഒരു പാൻറ് അത് പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം, പല ക്ലോത്ത്സിൻ്റെ കൂടെ ഇടാം. ഇപ്പം ആണുങ്ങളുടെ കാര്യത്തിൽ മിക്കവാറും അങ്ങനെയല്ലേ, അവർക്കൊരു കറുത്ത പാൻറ്റും ഉണ്ടാവും, ഒരു ബ്ലൂ ജീൻസും ഉണ്ടാവും. അത് തന്നെ ഇരിക്കും. എൻ്റെ ഹസ്ബൻഡ് ഒരു കറുത്ത പാൻറ്റും ഒരു ബ്ലൂ ജീൻസും ഉണ്ട്. ആളെവിടെ പോയാലും അതാ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഞാൻ നോക്കിയപ്പോഴേ കഴിഞ്ഞ ദിവസമേ 5-6 കറുത്ത പാൻറ്റുണ്ട്. എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ കറുത്ത പാൻറ്റ് വാങ്ങിച്ചേക്കാം. കടയിൽ കയറുന്ന സാധനം വാങ്ങാൻ, ഡ്രസ്സ് വാങ്ങാൻ കയറുന്ന മിക്കവാറും വാങ്ങുന്ന ഒന്നെങ്കിൽ കറുത്ത പാൻറ്റ് അല്ലെങ്കിൽ ബ്ലൂ ജീൻസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു ക്യാപ്സ്യൂൾ വാർഡ്രോബിനെ പറ്റി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. ഞാൻ ചെയ്തതില്ല കേട്ടോ, കാരണം ഞാൻ ഒരു സ്റ്റൈലിസ്റ്റ് അല്ല, എനിക്ക് പേഴ്സണലി അതിനെപ്പറ്റി അറിയില്ല. അത് നിങ്ങൾക്ക് കൺസൾട്ടേഷനൊക്കെ എടുക്കാൻ പറ്റും തോന്നുന്നു. ഇമേജ് കൺസൾട്ടൻസി ഒക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അതൊക്കെ എക്സ്പെൻസീവ് ആണ്. ഇനി നിങ്ങൾക്ക് അതൊന്നും വേണ്ടെന്നാണെങ്കിൽ യൂട്യൂബിൽ കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒത്തിരി ക്യാപ്സ്യൂൾ വാർഡ്രോബ് ടിപ്സ് കിട്ടും. അങ്ങനെ ഒരു ക്യാപ്സ്യൂൾ വാർഡ്രോബ് ബിൽഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും അതിനകത്ത് നിന്ന് ഏതെങ്കിലും 2 ക്ലോത്ത്സ് എടുക്കുക, മിസ്മാച്ച് ചെയ്യാൻ പോവാം, റെഡി. എത്ര പെട്ടെന്ന് നമുക്ക് ഒരുങ്ങി ഇറങ്ങാൻ പറ്റുന്നറിയോ? പണ്ട് ഞാൻ എത്ര സമയം എടുക്കുമായിരുന്നറിയോ ഒരുങ്ങാൻ? ഇപ്പം എനിക്ക് പെട്ടെന്ന് ഒരുങ്ങാൻ പറ്റും. ഇതാണ് അതിൻ്റെ മെയിൻ കാരണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡീക്ലട്ടറിങ് ആണ്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അലമാരിക്കകത്ത് ഒത്തിരി തുണി ഇരിപ്പുണ്ടാവും, ശരിയല്ല, ഒത്തിരി ഉണ്ടാവും. അത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ അതിനകത്ത് വെച്ച് ബിൽഡായതായിരിക്കും. അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരുന്നിരിക്കട്ടെ, ഇപ്പം ക്രിസ്മസോ ഈസ്റ്ററോ ഓണോ വിഷുവോ ബക്രീദോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ഫെസ്റ്റിവലാണോ ഉള്ളത് ആ ഫെസ്റ്റിവലിന് സമയമാകുമ്പോൾ നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്, നിങ്ങൾ എന്ത് പരിപാടിക്കാണോ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഒരു പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അലമാര തുറക്കുക. എല്ലാ തുണിയും വലിച്ച് പുറത്തിടാം, എല്ലാം വലിച്ച് പുറത്തിട്ടോളാം. എന്നിട്ട് അതിനകത്ത് നോക്കുക, നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൈ പിടിച്ചിട്ട് ഇതെനിക്ക് സന്തോഷം തരുന്നുണ്ടോ എന്ന് നോക്കാം. സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി അത് സന്തോഷം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ചാരിറ്റി, അങ്ങനെ പോകണം. അങ്ങനെ നിങ്ങളുടെ ക്ലോത്ത്സ് ഇടയ്ക്കിടയ്ക്ക് ഡീക്ലട്ടർ ചെയ്യണം. ഒരു പ്രാവശ്യം ചെയ്തു അതുകൊണ്ട് തീർന്നില്ല. ഞാൻ എൻ്റെ തന്നെ എക്സാമ്പിൾ പറയാം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എൻ്റെ അലമാരിക്കത്തുള്ള എല്ലാ ഡ്രസ്സും ഞാൻ വലിച്ചു വാരിയിട്ടു. എന്നിട്ട് ഞാൻ കുറേ എണ്ണം മാറ്റി വെച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ ഇത് നല്ലതല്ലേ, ഇത് കൊടുക്കണ്ട, ഇത് കളയണ്ട, അമ്മ പറഞ്ഞു. ഓക്കെ ശരി. എന്നിട്ടും ഞാനൊരു 2-3 ബാഗ് ഞാൻ തുണി ആർക്കോ കൊടുത്തു. 2 എത്രയോ തുണി ഞാൻ കൊടുത്തു. കുറച്ച് അമ്മ പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചു. നല്ല അടിപൊളി ഡ്രസ്സല്ലേ അതിന് മോളെ, കളയണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്രാവശ്യം അത് കഴിഞ്ഞ് ഡെലിവറിക്ക് വേണ്ടി ഞാൻ നാട്ടിൽ പോയപ്പം ഞാൻ എല്ലാ തുണിയും വലിച്ചു വാരി പുറത്തിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതെന്തായാലും കൊടുക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം അമ്മ പറഞ്ഞതുകൊണ്ടാണ് എടുത്ത് വെച്ചത്, ഇപ്രാവശ്യം വെക്കുന്നില്ല. അങ്ങനെ ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ കുറേശ്ശെ ഡീക്ലട്ടർ ചെയ്ത് എനിക്കിപ്പോൾ വളരെ കുറച്ച് തുണികളേ ഉള്ളൂ. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ചെയ്ത് ഇടാൻ പറ്റുന്ന
ഒരു വൈറ്റ്, ഒരു എക്സാമ്പിൾ വേണം ഞാൻ പറയാം. ഒരു വൈറ്റ് ചുരിദാറുണ്ട്, വൈറ്റ് ടോപ്പും വൈറ്റ് ബോട്ടവും. അതിൻ്റെ കൂടെ ഒരു ഡിസൈനുള്ള എന്തോ വർക്കുള്ള ഒരു ഷോളും ഉണ്ട്. അതൊരു ഔട്ട്ഫിറ്റായി. അതിനകത്തുള്ള ആ സെയിം പാൻറ് തന്നെ, അതായത് വൈറ്റ് പാൻറ് തന്നെ എനിക്ക് വേറൊരു ടോപ്പുണ്ട്, ഒരു വൈറ്റ് ഷോളും ഉണ്ട്. അപ്പോൾ വേറൊരു തുണിയായി, വേറൊരു സെറ്റ് ഓഫ് ക്ലോത്ത്സ് ആയി. കാര്യം ഇതിന് രണ്ടിൻ്റെ പാൻറ് സെയിം ആണ്, വൈറ്റ് ടോപ്പാണ്, ഇതിന് വേറൊരു ടോപ്പാണ്, അത്രയേ ഉള്ളൂ. ഷോളും വേണമെങ്കിൽ എനിക്ക് സെയിം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ, അതിന് കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സാണ്. ഇനി ഞാൻ പ്ലാൻ ചെയ്തത് ബ്ലാക്കാണ്, ഫുൾ ബ്ലാക്കും അതേ വൈറ്റിൻ്റെ സെയിം ഷോളും ഞാനിടും. ഇനി ബ്ലാക്കിനോട് ചേർന്ന് വേറൊരു ടോപ്പും കൂടെ, സെറ്റല്ലേ? അപ്പം 4 തുണിയായി, എന്തോരും 4 ഔട്ട്ഫിറ്റായി. എത്ര പീസ് ഓഫ് ക്ലോത്ത്സ് ഉണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. ഇതൊരു ചെറിയ എക്സാമ്പിളാണ് കേട്ടോ. ഞാൻ ക്യാപ്സൂൾ വാർഡ്രോബൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടമുള്ള ഒരു 3-4 പീസ് വെച്ചിട്ടുണ്ട്. അത് ഇന്നതിൻ്റെ കൂടെയെന്ന് എനിക്കറിയാം, അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ക്യാപ്സൂൾ വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പ്രാവശ്യം ഇടാൻ പറ്റും, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഡീക്ലട്ടറും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ റെഡി ആയല്ലോ. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള തുണി നിങ്ങൾ ആദ്യം 30 എണ്ണം സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു, ഡീക്ലട്ടർ ചെയ്തു ഇല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിംഗ് എങ്ങനെ കുറയ്ക്കാന്നുള്ളതാണ്. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ കേസിൽ മിക്കവാറും എന്താ വരിക, ഒരു കടയിൽ ചെന്നു, ഓക്കെ 50% സെയിൽ. ഞങ്ങളുടെ ഇവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ എന്നും സെയിലാണ്, എന്നും. നാട്ടിൽ ചെന്നപ്പോൾ ഒരു കടയുണ്ടായിരുന്നു, ആ കടയുടെ മുകളിൽ കട കാലിയാക്കൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. 5-6 മാസത്തോളം ആ കടയുടെ മുകളിൽ കട കാലിയാക്കല, 5-6 മാസം, എന്നിട്ടും തീർന്നിട്ടില്ല. ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നോക്കണം എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ ഈ സെയിൽ എന്ന് പറയുന്നത് ഒരു സാധനം വിറ്റു പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മോളുണ്ട്, ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ മാളാണ്, പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ആ കടയിൽ ചെന്നിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ പറയാം. അവിടെ നോർമലി നമ്മൾ കടയിൽ കാണുന്ന ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ സാധാരണ കടകളിൽ ചെല്ലുമ്പോൾ കാണുന്ന സാധനങ്ങളുടെ ബ്രാൻഡ് ഉണ്ടാവില്ല, സെപ്പറേറ്റ് ബ്രാൻഡായിരിക്കും. എന്നിട്ട് ആ ബ്രാൻഡിൽ എല്ലാത്തിനും ഭയങ്കര ഡിസ്കൗണ്ട് ആയിരിക്കുമേ. പക്ഷേ ഈ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഞാൻ എടുത്ത് അതേ സെയിം സാധനത്തിൻ്റെ വേറൊരു ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്തപ്പം വില കൂടുതലാണ്. മനസ്സിലായോ? അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ആദ്യം ഒരു വിലയിടും, അത് ഇൻക്രീസ് ചെയ്യും, പിന്നെ അവിടുന്ന് ഡിക്രീസ് ചെയ്യും, പിന്നെ അവിടുന്ന് ഡിസ്കൗണ്ട് കൊടുക്കും. ഡിസ്കൗണ്ട് കൊടുത്താലും ഒറിജിനൽ വിലയേക്കാളും കൂടുതലായിരിക്കും അത്. നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഡിസ്കൗണ്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ സെയിൽ കാണുമ്പോൾ സാധനം വാങ്ങുന്നതിന് പകരം നമ്മൾ നേരത്തെ തീരുമാനിക്കുക എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വേണമെന്ന്. കടയിൽ പോകുമ്പോൾ ആ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് വരിക. പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, സെയിലാണെങ്കിലും എന്താണെങ്കിലും എത്ര ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ളൊരു തുകയുണ്ടല്ലോ, അത് നമ്മൾ കൊടുക്കണ്ടേ? അത് പൈസ തന്നെയല്ലേ, വേറൊന്നും അല്ലല്ലോ, അല്ലേ? ഇപ്പം ഞാനിത് എൻ്റെ പലരിടത്തും കണ്ടിട്ടുണ്ട്. ആൾക്കാർ കടയിൽ പോകുമ്പം എക്സ്പയറി ഡേറ്റ് ആവാറാവുന്ന സാധനങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, 30% ഒക്കെ ഉണ്ട്, അയ്യോ എന്തൊരു ഡിസ്കൗണ്ടാണെന്നറിയോ, 30% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് വാങ്ങിക്കും. എക്സ്പയർ ആവാൻ പോകുന്ന സാധനമാണേ, കടയിൽ പോകുമ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടാവും. തിരിച്ച് വീട്ടിൽ വന്നിട്ട് അത് എക്സ്പയർ ആകാൻ പോകുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കറി വെച്ച് റെഡിയാക്കിയിട്ട് വേണ്ടി വരും കിടന്നുറങ്ങാൻ. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? സോ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കരുതിയിട്ട് ഒരു സാധനങ്ങളും വാങ്ങരുത്. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സാധനം അത് ഒരു പ്രൈസിനുള്ളത് തന്നെയാണ്. ആ പ്രൈസും അതും പൈസ തന്നെയാണ്. ഈ സംതിങ് ആണത്, നത്തിങ് അല്ല. ഞാനീ പറഞ്ഞതിനർത്ഥം ഡിസ്കൗണ്ടുള്ള സാധനങ്ങൾ ഒരിക്കലും വാങ്ങരുതെന്നല്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും സാധനം ഓൾറെഡി നിങ്ങൾക്ക് വാങ്ങാനുണ്ട്, അത് ഡിസ്കൗണ്ടിൽ വന്നു, അപ്പോൾ വാങ്ങിച്ചോളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഹെയർ ഓയിൽ, ഷാംപൂ ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഡിസംബർ എൻഡിൽ, അതായത് ജനുവരി സ്റ്റാർട്ടിങ് ന്യൂ ഇയറിൻ്റെ സെയിൽ വന്നു. 25% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വാങ്ങാൻ വേണ്ടി വെച്ചിരുന്ന സാധനമാണ്. എന്തൊക്കെ സാധനം വേണമെന്ന് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിരുന്നു. ആ സാധനം ന്യൂ ഇയറിന് ഡിസ്കൗണ്ട് വന്നു, അപ്പം ഞാൻ വാങ്ങിച്ചു. അതിൽ തെറ്റില്ല. ഞാൻ പറയുന്നത് നമ്മൾ ഒരു സാധനവും വാങ്ങാൻ വേണ്ടിയല്ല, നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. അതല്ലാതെ വേറൊരു സാധനത്തിന് അവിടെ ഡിസ്കൗണ്ട് കിടപ്പുണ്ട്, ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിരുന്ന സാധനം വാങ്ങണം, അത് ഡിസ്കൗണ്ടിൽ വന്നു, ഓക്കെ വാങ്ങിച്ചോളൂ. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അനാവശ്യമായിട്ടുള്ള സാധനം ഡിസ്കൗണ്ടിൽ വാങ്ങുന്നതും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡിസ്കൗണ്ടിൽ വാങ്ങുന്നതും. ഇത് ഷെസ ചോദിച്ചൊരു ഡൗട്ടായിരുന്നു കേട്ടോ. ഡിസ്കൗണ്ട് കാണുമ്പോൾ സാധനങ്ങൾ വാങ്ങും, അതിനെന്താ ചെയ്യേണ്ടതെന്ന്.
അപ്പം നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഷെസ് ചോദിച്ച വേറൊരു കാര്യമുണ്ട്, ഓൺലൈനായിട്ട് ഭയങ്കരമായിട്ട് ഷോപ്പ് ചെയ്യുന്നു എന്ന്. നിങ്ങൾക്ക് അറിയാമായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൂഗിളിൽ മുതൽ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എല്ലാം ആൾക്കാർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ ഒന്ന് യൂട്യൂബിനകത്ത് ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് താഴെ കാണാം അല്ലേ? നിങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറുമ്പോൾ കൂടുതലായിട്ടും അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. നിങ്ങൾ ഫുഡിൻ്റെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ആണല്ലോ. ഫുഡിൻ്റെ വീഡിയോ അങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങിയ പിന്നെ പറ ഫുഡിൻ്റെ ഷോർട്സ് ആയിരിക്കും അല്ലെങ്കിൽ റീൽസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഷോപ്പിംഗ്. ഇപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി ഞാൻ ക്യാപ്സ്യൂൾ വാർഡ്രോബിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയോ പിന്നെ ചറപറ ക്ലോത്തിങ്ങിൻ്റെ വീഡിയോസാണ്. ഞാൻ മേക്കപ്പിൻ്റെ സ്റ്റാർട്ട് ചെയ്തോ പിന്നെ എൻ്റെ എവിടെ നോക്കിയാലും എനിക്ക് മേക്കപ്പിൻ്റെ വീഡിയോയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഫോണിലോട്ട് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾ അതാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് താല്പര്യം, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മന്തിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പരിപാടിക്ക് മാത്രമേ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കാം. ഇപ്പം ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് നാട്ടിലോട്ട് പോകുമ്പോൾ മാത്രമാണ്. കാരണം ഞാൻ നാട്ടിലോട്ട് ചെല്ലുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ആ കുറച്ച് സമയത്ത് മാത്രമേ ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി അതിന് മുമ്പേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഇന്ന സാധനങ്ങളൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ആ ലിസ്റ്റ് അനുസരിച്ച് ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ ഓൺലൈൻ ഷോപ്പിങ്ങിലോട്ട് ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്തൊക്കെ വാങ്ങണം, എന്നിട്ട് ഓൺലൈൻ ഷോപ്പിങ്ങിന് പോവാം. ഇനി ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പിന്നെയും ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫോണ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ തിരിച്ചതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് ഫോണ് നിങ്ങൾക്ക് ഷോപ്പിംഗ് വീഡിയോസ് കാണിച്ചു തരുക അല്ലേ, അത് നിങ്ങൾ ഫോണിനോട് ഷോപ്പിങ്ങിനെ പറ്റി ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ടല്ലേ, അത് അങ്ങോട്ട് തിരിച്ചു. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ട്, എക്സാമ്പിൾ കുക്കിംഗ് ഇഷ്ടമില്ല, ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ കുക്കിംഗ് വീഡിയോസ് കാണും. അപ്പോൾ ഫോൺ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് മാത്രമേ തിരിച്ചയക്കുള്ളൂ. ഒരു 5-6 പ്രാവശ്യം കുക്കിംഗ് വീഡിയോസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നെ 5-6 പ്രാവശ്യം പിന്നെ അങ്ങോട്ടേക്ക് കുക്കിംഗ് വീഡിയോസ് മാത്രമേ കാണുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഫോണിൽ കൂടുതൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുക്കുക. അത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫോൺ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് അതിൽ ഇഷ്ടം ഉണ്ടാവുകയും ചെയ്യും, നിങ്ങളുടെ ഒറിജിനൽ പേർപ്പസ് ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് അവിടെ തീരുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പരിപാടി അത് സൂപ്പറായിരിക്കും. ക്യാപ്സ്യൂൾ വാർഡ്രോബ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈൻ ഷോപ്പിങ്ങിനെ യൂസ് ചെയ്യുക. അപ്പോൾ ക്യാപ്സ്യൂൾ വാർഡ്രോബിനെ പറ്റി ആദ്യം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ട് നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് അതിന് വേണ്ടി ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, ഏത് ഡ്രസ്സ് കണ്ടാലും നിങ്ങൾ ആദ്യം ആലോചിക്കും ഇതെൻ്റെ ക്യാപ്സ്യൂൾ വാർഡ്രോബിന് പറ്റിയതല്ലല്ലോ, അപ്പോൾ പിന്നെ ഇതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല, സോ ഞാൻ ഇത് നോക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ള ആ ഒരു നെഗറ്റീവ് പാർട്ടിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ്, പുതിയ ഡ്രസ്സ് പുതിയ ക്ലോത്ത്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ള തീരുമാനം ഒഴിവാക്കുക. സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത്സ് ഉണ്ടാവും, റെൻറ്റിന് എടുക്കാൻ പറ്റുന്ന ക്ലോത്ത്സ് ഉണ്ടാവും, ഇതൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി വന്നു ഉടനെ നമ്മൾ പോയി പുതിയ നല്ല വിലയുള്ള ഡ്രസ്സ് വാങ്ങുന്നതിന് പകരം സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങുക, അത് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ റെൻറ്റിന് എടുക്കുക. ഇതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ്. ഇനി ഈ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത്സ് നമ്മൾ അല്ലെങ്കിൽ റെൻറ്റിന് എടുക്കുന്നത് വലിയ ഫംഗ്ഷന് മാത്രം ആവണമെന്നൊന്നുമില്ല. തുണി സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നത് നമുക്ക് അത് ഡെയിലി വിയറിനും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞൊരു ഫിനാൻഷ്യൽ മിനിമലിസത്തിൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു, നമുക്ക് സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പല കാര്യങ്ങളും നമ്മൾ സൊസൈറ്റൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു കല്യാണത്തിന് പോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ നല്ല ഇന്ന പോലത്തെ ഡ്രസ്സ് ഇടണം എന്നൊക്കെയുള്ളത് സൊസൈറ്റൽ സ്റ്റാൻഡേർഡാണ്. അതല്ലാതെ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലേ, ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ജീവിച്ചാൽ മതി. അല്ലാതെ സൊസൈറ്റി നമ്മുടെ അടുത്ത് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ശരിയായി എന്ന് തോന്നുന്ന എന്ത് പോയിന്റാണ് ഉള്ളത് അതൊന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി വേറൊരു കാര്യം കൂടി എനിക്കറിയണം, വാർഡ്രോബ് മിനിമലിസത്തിനകത്ത് അല്ലെങ്കിൽ വാർഡ്രോബിൻ്റെ കേസിൽ, തുണി സെലക്ട് ചെയ്യുന്ന കേസിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, അതും കൂടെ കമൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് അതെങ്ങനെ ഓവർകം ചെയ്യാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് നോക്കാം.
ഇനി വാർഡ്രോബ് മിനിമലിസം പോലത്തെ വേറെ ഒരുപാട് മിനിമലിസംസ് ഉണ്ട്. ഇതിലേതിനെങ്കിലും പറ്റി നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ മിനിമലിസത്തിൻ്റെ ഒരു ഫുൾ പ്ലേലിസ്റ്റ് ഞാൻ ആഡ് ചെയ്തേക്കാം, പോയി കണ്ടു നോക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.